വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ് തുല്യതയുടെ സോഷ്യൽ സയൻസ് അഥവാ സാമൂഹ്യ ശാസ്ത്രവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായം ഏതായിരുന്നു? അധ്യായം 4 ആധുനിക ഇന്ത്യ അല്ലേ. ഇനി ഈ പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. മംഗൾ പാണ്ഡെ എന്ന ചിത്രത്തിൻ്റെ കവർ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഈ മംഗൾ പാണ്ഡെ? അപ്പോൾ മംഗൾ പാണ്ഡെ എന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായിരുന്നു. അപ്പോൾ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായിരുന്നു ആര്? മംഗൾ പാണ്ഡെ. അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെട്ട, ശിപ്പായി ലാള എന്ന പേരിൽ അറിയപ്പെട്ട ആ ഒരു സമരം നടന്നിട്ടുള്ളത്. അത് പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയായിരുന്നു? മീററ്റിൽ, ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടിരുന്നത്. എന്തായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാരണം? അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കീഴിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഇന്ത്യൻ സൈനികർ ബ്രിട്ടീഷുകാരുടെ പീഡനങ്ങൾക്കെതിരെ നടത്തിയ ശക്തമായ പ്രതികരണങ്ങളാണ് 1857 കലാപങ്ങളിലേക്ക് നയിച്ചത്. അതായത് സൈനികർക്കിടയിൽ പൊട്ടിപ്പുറപ്പെട്ട ഈ കലാപം വളർന്ന് ഒരു ബ്രിട്ടീഷ് വിരുദ്ധ കലാപമായിട്ട് മാറി. അതുപോലെ തന്നെ ബ്രിട്ടീഷ് നയം കൊണ്ട് പൊറുതിമുട്ടിയ ഇന്ത്യൻ കർഷകരും കൈവേലക്കാരും നാടുവാഴികളും അണിനിരന്നപ്പോൾ കലാപം ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് മാറി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതികരണം വന്നത് ആരിൽ നിന്നാണ്? ഇന്ത്യൻ സൈനികരിൽ നിന്നാണ് ആദ്യമായിട്ട് ശക്തമായ പ്രതിഷേധം ഉണ്ടായത്. പിന്നീട് അത് ബാക്കിയുള്ളവരിലേക്ക് വ്യാപിച്ച് അങ്ങനെ അവസാനം അത് ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് മാറുകയാണ് സംഭവിച്ചത്. അപ്പോൾ ഈ സൈനികരിൽ തന്നെ എന്തുകൊണ്ടാണ് അത് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ കാരണം? അതായത് സൈനികർക്ക് പുതിയ എൻഫീൽഡ് തോക്കുകൾ നൽകി. അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കീഴിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഇന്ത്യൻ സൈനികരുടെ കാര്യമാണ് പറയുന്നത്. അവർക്ക് എന്ത് ചെയ്തു? പുതിയ എൻഫീൽഡ് തോക്കുകൾ നൽകി. ഇതിൽ ഉപയോഗിക്കുന്ന തിരയിൽ പുരട്ടിയിരിക്കുന്ന ഗ്രീസ് പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് കൊണ്ട് നിർമ്മിച്ചതാണെന്നും അതുപോലെ റൈഫിൾ നിറക്കുന്നതിന് മുമ്പ് തിര പൊതിഞ്ഞിരിക്കുന്ന പേപ്പർ വായ കൊണ്ട് കടിച്ചു കീറുവാൻ സൈനികരെ നിർബന്ധിച്ചത് തങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്നുമുള്ള കിംവദന്തി പടർന്നു. ഇത് സൈനികരെ രോഷാകുലരാക്കി. ബംഗാളിലെ ബാരക്പൂരിൽ മംഗൾ പാണ്ഡെ എന്ന സൈനികൻ പുതിയ തിര ഉപയോഗിക്കാൻ വിസമ്മതിച്ചു. അതിന് പ്രേരിപ്പിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ അദ്ദേഹം വധിച്ചു. തുടർന്നുണ്ടായ സൈനിക കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. അതിനു പുറമെ ബ്രിട്ടീഷുകാർ മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റി. അങ്ങനെയാണ് മംഗൾ പാണ്ഡെ ഈ ഒരു 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കീഴിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഇന്ത്യൻ സൈനികർക്ക് പുതിയ എൻഫീൽഡ് തോക്കുകൾ നൽകി. അതിലുപയോഗിക്കുന്ന തിരയിൽ പുരട്ടിയിരിക്കുന്ന ഗ്രീസ് പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് കൊണ്ട് നിർമ്മിച്ചതാണെന്നും റൈഫിളിൽ നിറയ്ക്കുന്നതിന് മുമ്പ് തിര പൊതിഞ്ഞിരിക്കുന്ന പേപ്പർ വായ കൊണ്ട് കടിച്ചു കീറുവാൻ സൈനികരെ നിർബന്ധിച്ചത് തങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്നുള്ള കിംവദന്തി പടരുകയും ചെയ്തു. ഇത് സൈനികരെ രോഷാകുലരാക്കി. അതോടൊപ്പം തന്നെ ബംഗാളിൽ എന്ത് സംഭവിച്ചു? ബംഗാളിലെ ബാരക്പൂരിൽ മംഗൾ പാണ്ഡെ എന്ന സൈനികൻ പുതിയ തിര ഉപയോഗിക്കാൻ വിസമ്മതിച്ചു. എന്നിട്ട് അതിന് പ്രേരിപ്പിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ അദ്ദേഹം വധിക്കുകയും ചെയ്തു. തുടർന്നുണ്ടായ സൈനിക കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. അതിനു പുറമെ ബ്രിട്ടീഷുകാർ മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റുകയും ചെയ്തു. അപ്പോൾ ഈ കലാപം സൈനിക രംഗത്ത് മാത്രമല്ല ഒതുങ്ങിയത്. ഞാൻ പറഞ്ഞു, ബാക്കിയുള്ള നേതാക്കന്മാരിലേക്കും അതുപോലെ ബാക്കിയുള്ളവരിലേക്കൊക്കെ പടർന്നു പിടിക്കുകയുണ്ടായി. ഈ കലാപത്തിന് നേതൃത്വം നൽകിയ നേതാക്കന്മാരും കലാപ കേന്ദ്രങ്ങളുമാണ് ഇങ്ങനെ താഴെ കൊടുത്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കന്മാരും അതുപോലെ അവരുടെ കേന്ദ്രങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ, അതായത് മുഗൾ ചക്രവർത്തിയിലെ മുഗളിലെ അവസാന ചക്രവർത്തിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ. അദ്ദേഹത്തെ ഡൽഹിയിലാണ് ഇവർ അവരോധിച്ചത്. അതുപോലെ ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി, കാൺപൂരിൽ നാനാ സാഹിബ്,
ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ. ഇത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. ഇതിൽ പുറമെ ഒരുപാട് സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട്. അവിടെയൊക്കെ വ്യത്യസ്ത നേതാക്കന്മാർ അതിന് പങ്കുവഹിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടത് പറയുന്നത് ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി, കാൺപൂരിൽ നാനാ സാഹിബ്, അതുപോലെ ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും നടന്നിരുന്ന സ്ഥലങ്ങൾ ഇവിടെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടിരിക്കുന്നത് മീററ്റിൽ, ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ടത്. ആദ്യമായിട്ട് പൊട്ടിപ്പുറപ്പെട്ടത് ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. അതുപോലെ അവധ്, ഫൈസാബാദ്, കാൺപൂർ, ഝാൻസി ഒക്കെ ഇതിൽ പ്രശസ്തമായിട്ട് കലാപം വളരെ കൂടുതലായിട്ട് ഉണ്ടായിരുന്ന പ്രദേശങ്ങളാണ്. ഓക്കെ, അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമൻ, അതുപോലെ റാണി ലക്ഷ്മിബായി, നാനാ സാഹിബ്, ബീഗം ഹസ്രത്ത് മഹൽ എന്നിവരുടെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ആ ഒരു കലാപത്തെക്കുറിച്ച് പറയുന്നത്. അതായത് ബ്രിട്ടീഷുകാരുടെ സൈനിക ശക്തിയുടെ മുന്നിൽ കലാപത്തിന് നേതൃത്വം നൽകിയവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ കലാപത്തെ ബ്രിട്ടീഷുകാർ പൂർണ്ണമായും അടിച്ചമർത്തി. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചു. പക്ഷേ ബ്രിട്ടീഷുകാരുടെ സൈനിക ശക്തി, അവർക്ക് ഒരുപാട് സൈനിക ശക്തി ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ മുന്നിൽ, സൈനിക ശക്തിക്ക് മുന്നിൽ ഈ നേതൃത്വം നൽകിയവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ കലാപത്തെ ബ്രിട്ടീഷുകാർക്ക് പൂർണ്ണമായും അടിച്ചമർത്താൻ കഴിഞ്ഞു. അപ്പോൾ അത്രയാണ് 1857 വിപ്ലവത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നോക്കൂ, ഇനി നമുക്ക് പറയാനുള്ളത് ദേശീയതയെക്കുറിച്ചാണ്. അപ്പോൾ ഓരോ ദേശീയതയെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് ദേശീയത എന്ന് പറയുന്നത്? അതായത് ജാതി, മതം, വർഗ, പ്രാദേശിക വ്യത്യാസമില്ലാതെ ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധമാണ് ദേശീയത. അപ്പോൾ ദേശീയത എന്ന് പറയുന്നത് ജാതി വ്യത്യാസമില്ല, മതവ്യത്യാസമില്ല, വർഗമോ പ്രദേശമോ ഒന്നും വ്യത്യാസമില്ലാതെ ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധമാണ് ദേശീയത. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ദേശീയതയുടെ ഉദയം, പിന്നെ അതുപോലെ ദേശീയതയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ് ഇനി പറയുന്നത്. ദേശീയത ഏതൊക്കെ രീതിയിലാണ് ഒരു ഇന്ത്യൻ സമൂഹത്തെ സ്വാധീനിച്ചത് എന്നുള്ളതാണ് ഇനി വരുന്ന ഭാഗങ്ങളിലൊക്കെ പറയുന്നത്. അപ്പോൾ ദേശീയതയുടെ ഉദയം ഏകദേശം 19ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോട് കൂടിയാണ് ഇന്ത്യയിൽ ദേശീയത തഴച്ചു വളർന്നത്. ഏതാണ്? 19ാം നൂറ്റാണ്ടിൽ കേട്ടോ. 19ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടിയാണ് ഇന്ത്യയിൽ ദേശീയത തഴച്ചു വളർന്നത്. ദേശീയതയുടെ വളർച്ചയിലേക്ക് നയിച്ച ചില ഘടകങ്ങളാണ് ഇനി പരിചയപ്പെടുന്നത്. അതായത് ഓരോ പ്രസ്ഥാനങ്ങൾ, ആദ്യം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെയും ഒരുപാട് കാര്യങ്ങൾ, അതായത് ദേശീയതയും വർത്തമാന പത്രങ്ങളും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ വിദ്യാഭ്യാസം, ദേശീയതയും വിദ്യാഭ്യാസവും, പിന്നെ ദേശീയതയും സാഹിത്യവും, ഇങ്ങനെ ദേശീയതയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. പിന്നെ ദേശീയതയും ഗാന്ധിജിയും ദേശീയ പ്രസ്ഥാനങ്ങളൊക്കെ, അങ്ങനെ ഈ ഒരു ചാപ്റ്ററിലുടനീളം ഇനി ദേശീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ആ ഒരു സമയത്ത് 19ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോട് കൂടിയാണ് ദേശീയത തഴച്ചു വളർന്നതെന്ന് പറഞ്ഞു. ആ സമയത്തുള്ള സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്, അവയുടെ ലക്ഷ്യങ്ങൾ എന്താണ്, ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തത് എങ്ങനെയാണ്, അതിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്ന് പറഞ്ഞത് യുക്തിചിന്ത, ആധുനികവൽക്കരണം എന്നിവയാണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ. ഇങ്ങനെ ഒരു പ്രസ്ഥാനം രൂപീകരിക്കാൻ അതിലേക്ക് നയിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? യുക്തിചിന്ത, ആധുനികവൽക്കരണം എന്നിവയാണ് ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ. ഇനി അവയ്ക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ടാവും. ആദ്യം രൂപീകരിച്ചു, പിന്നെ അതിന് ആ ഒരു രൂപീകരണത്തിനും ചില ലക്ഷ്യങ്ങളുണ്ടാവും. എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? അതായത് പാശ്ചാത്യ വിദ്യാഭ്യാസം സ്വീകരിക്കുക, അതുപോലെ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക, സ്ത്രീകൾക്കെതിരെയുള്ള അനീതികൾ അവസാനിപ്പിക്കുക, വിധവാ പുനർവിവാഹം നടത്തുക. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ഒരുപാട് ദുരാചാരങ്ങളെയൊക്കെ മാറ്റി നിർത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടത്. അതിൽ തന്നെ ആദ്യം പാശ്ചാത്യ വിദ്യാഭ്യാസം സ്വീകരിക്കുക, അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് ഈ ഒരു പാശ്ചാത്യ വിദ്യാഭ്യാസം സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. പിന്നെ അതുപോലെ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക. വളരെ കൂടുതലായിട്ട് ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. അപ്പോൾ അവർക്ക് ഒരു പ്രബോധനങ്ങളൊക്കെ നൽകിയിട്ട് അവരെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടത്. അതുപോലെ സ്ത്രീകൾക്കെതിരായ അനീതികൾ അവസാനിപ്പിക്കുക, പിന്നെ വിധവാ പുനർവിവാഹം നടപ്പിലാക്കുക. ഇത്രയാണ് ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യങ്ങൾ. ഇനി
ഏതൊക്കെയാണ് ചില പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവരുടെ സ്ഥാപകരും അവരുടെ ലക്ഷ്യങ്ങളുമാണ് ഈ ഒരു പട്ടിക രൂപത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണുള്ളത്? ആദ്യമായിട്ട് ഒരു ദേശീയത ഇന്ത്യയിൽ ആദ്യമായി ഉടലെടുത്ത് ബ്രഹ്മസമാജം എന്ന രൂപത്തിൽ രാജാറാം മോഹൻ റോയ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഈ രാജാറാം മോഹൻ റോയിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്ഥാപിച്ച ആ ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായിരുന്നു എന്ത്? ബ്രഹ്മസമാജം. അപ്പോൾ രാജാറാം മോഹൻ റോയിയാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. ഇനി അതിന് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, ഓരോന്നിനും ഓരോ ലക്ഷ്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ത് പറഞ്ഞതാണ്? ബ്രഹ്മസമാജത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു, അതുപോലെ സതി നിർത്തലാക്കി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു, സതി നിർത്തലാക്കി. ഈ രാജാറാം മോഹൻ റോയ് ജീവിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന ഒരു പ്രഭുവായിരുന്നു വില്യം ബെൻഡിക് പ്രഭു. ഈ വില്യം ബെൻഡിക് പ്രഭുവാണ് ഇവിടെ സതി നിർത്തലാക്കാൻ വേണ്ടിയിട്ട് രാജാറാം മോഹൻ റോയിയുടെ അഭിപ്രായ പ്രകാരം അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്തുണയോട് കൂടി അദ്ദേഹമാണ് ഈ സതി നിർത്തലാക്കുന്നതിന് വേണ്ടി മുന്നിട്ട് നിന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യത്തിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സതി നിർത്തലാക്കിയത് ആരാണ്? വില്യം ബെൻഡിക് പ്രഭുവാണ്. അതുപോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെയും പ്രോത്സാഹിപ്പിച്ചത് വില്യം ബെൻഡിക് പ്രഭുവാണ്. അപ്പോൾ ഈ രാജാറാം മോഹൻ റോയ്ക്ക് തുണയായിട്ട് തന്നെ അവിടെ വില്യം ബെൻഡിക് പ്രഭു ഉണ്ടായിരുന്നു. അദ്ദേഹം സതി നിർത്തലാക്കി, അതുപോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ബ്രഹ്മസമാജം രൂപീകരിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇനി രണ്ടാമത് പറയുന്നത് ആര്യസമാജം. ആര്യസമാജം അത് രൂപീകരിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യസമാജം സ്ഥാപിച്ചത്. അതിൻ്റെ ആ ഒരു ആര്യസമാജത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ശുദ്ധിപ്രസ്ഥാനം ആരംഭിച്ചു. അതുപോലെ വേദങ്ങളിലേക്ക് തിരിച്ചു വരിക എന്ന ആശയം എന്തിൻ്റേതാണ്? ആര്യസമാജത്തിൻ്റേതാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് ഹിന്ദു മതത്തിൽ നിന്നൊക്കെ പോയിരുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് തന്നെ കൊണ്ടുവരുന്ന ഒരു രീതിയായിരുന്നു ആര്യസമാജത്തിൽ ഉണ്ടായിരുന്നത്. അതാണ് ഈ ശുദ്ധി പ്രസ്ഥാനം. ഒരു ശുദ്ധിയാക്കുക എന്നുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു ശുദ്ധി പ്രസ്ഥാനം. അപ്പോൾ ഈ ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചു. അതുപോലെ വേദങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്ന ആശയവും ആരുടേതായിരുന്നു? ആര്യസമാജം അത് രൂപീകരിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് രാമകൃഷ്ണ മിഷനാണ്. അത് സ്വാമി വിവേകാനന്ദനായിരുന്നു കൊണ്ടുവന്നത്. അപ്പോൾ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനായിരുന്നു. അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? സാമൂഹിക തിന്മകൾ നിർത്തലാക്കാൻ പ്രവർത്തിച്ചു. സമൂഹത്തിലുള്ള തിന്മകൾ നിർത്തലാക്കാൻ പ്രവർത്തിച്ചതാരായിരുന്നു? ഈ സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ആ പ്രസ്ഥാനത്തിൻ്റെ പേര് രാമകൃഷ്ണ മിഷൻ. ഓക്കെ, ഇനി മുസ്ലിങ്ങളുടെ സാമൂഹിക ഉന്നമനത്തിനായി പ്രവർത്തിച്ചതായിരുന്നു ആര്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് മുസ്ലിങ്ങളുടെ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാക്കിയ ഒരു പ്രസ്ഥാനമായിരുന്നു അലിഗഡ് പ്രസ്ഥാനം. ഓക്കെ, അപ്പോൾ അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ സാമൂഹിക ഉന്നമനത്തിനായി പ്രവർത്തിച്ചു. ഇനി അടുത്തത് സത്യശോധക് സമാജം. അത് ജ്യോതി ബഫുലെയാണ് സത്യശോധക് സമാജം സ്ഥാപിച്ചത്. അത് പിന്നോക്ക വിഭാഗങ്ങളുടെ ഉയർച്ചക്കായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. അപ്പോൾ പിന്നോക്ക വിഭാഗക്കാരുടെ ഉയർച്ചക്കായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു സത്യശോധക് സമാജ്. ഇത് സ്ഥാപിച്ചത് ജ്യോതി ബഫുലെ ആയിരുന്നു. ഓക്കെ, ഇനി അടുത്തത് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം, അതായത് SNDP. ശ്രീനാരായണ ഗുരു അദ്ദേഹം ജാതി വ്യവസ്ഥ, പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനം എന്നിവയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഇതിൻ്റെ സ്ഥാപകൻ ആരാണ്? ശ്രീനാരായണ ഗുരു. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരുവാണ് ജാതി വ്യവസ്ഥ, പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനം എന്നിവയ്ക്ക് വേണ്ടി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം കൊണ്ടുവന്നത്. ഓക്കെ, ഇനി അടുത്തത് കേരളത്തിൽ അയ്യങ്കാളി ആണ് സാധുജന പരിപാലന സംഘം കൊണ്ടുവന്നത്. അതിൻ്റെ സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ അയ്യങ്കാളിയാണ്. അതിന് അദ്ദേഹത്തിൻ്റെ ചില ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കല്ലുമാല പ്രക്ഷോഭം. ഓക്കെ, അപ്പോൾ ഈ കല്ലുമാല പ്രക്ഷോഭം എന്ന് പറഞ്ഞത് ഈ താഴ്ന്ന ജാതിക്കാർക്ക് കല്ലുമാലയൊന്നും ധരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് പ്രതിഷേധിച്ചുകൊണ്ട് കല്ലുമാലകളെല്ലാം ഊരി എറിഞ്ഞുകൊണ്ടൊരു പ്രക്ഷോഭം നടത്തിയതാണ് കല്ലുമാല പ്രക്ഷോഭം.
അപ്പോൾ അത് നടപ്പിലാക്കി അതിന് പ്രോത്സാഹനം നൽകിയത് അയ്യങ്കാളിയായിരുന്നു. അദ്ദേഹമാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. ഓക്കെ, ഇനി ആ ഒരു പ്രശസ്തരായിട്ടുള്ള ആളുകളുടെയൊക്കെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. രാജാറാം മോഹൻ റോയ്, അതുപോലെ സ്വാമി ദയാനന്ദ സരസ്വതി, സ്വാമി വിവേകാനന്ദൻ, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, ജ്യോതി ബഫുലെ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. ഒരുപാട് ദേശീയ നേതാക്കന്മാരുണ്ട്. ഇവിടെ വളരെ കുറച്ച് ആളുകളെ മാത്രമേ പരിചയപ്പെട്ടിട്ടുള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ മാത്രമേ നമ്മൾ ഈ ഒരു ഭാഗത്ത് പരിചയപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഈ ഒരു ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഇനി ഇതിലെ ഈ ടെക്സ്റ്റ് ബുക്കിലെ ബാക്ക് ഭാഗത്തിലുള്ള വിലയിരുത്തൽ ചോദ്യങ്ങളിലൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നിന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്ന വീഡിയോയിൽ നാനാ സാഹിബ് കാൺപൂർ എന്ന് പറഞ്ഞു. അത് ഇന്ന് നമ്മൾ എടുത്തു. ഇനി ഇതിൽ മറ്റൊരു കാര്യം, അടുത്തത് എന്താ പറയുന്നത്, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യങ്ങൾ പരിശോധിക്കുക. അപ്പോൾ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? പാശ്ചാത്യ വിദ്യാഭ്യാസം സ്വീകരിക്കുക, അതുപോലെ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക, പിന്നെ സ്ത്രീകൾക്കെതിരായുള്ള അനീതികൾ അവസാനിപ്പിക്കുക, പിന്നെ അതുപോലെ വിധവ പുനർവിവാഹം നടത്തുക. ഇതൊക്കെയായിരുന്നു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യങ്ങളായിട്ട് ഉള്ളത്. അപ്പോൾ അതാണ് അവിടെ എഴുതാനുള്ളത്. ഇനി അടുത്തത് നമുക്ക് ഗാന്ധിജി വഹിച്ച പങ്കൊക്കെയാണ്. അതൊക്കെ ഇനിയും എടുക്കാൻ പോകുന്ന ഭാഗത്താണുള്ളത്. അപ്പോൾ ആ സമയത്ത് നമുക്കത് ചർച്ച ചെയ്യാം. അപ്പോൾ ഇത്രയാണ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ദേശീയതയും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള ആ ഒരു കാര്യങ്ങൾ ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ദേശീയതയും വർത്തമാന പത്രവും ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇതിനു മുമ്പുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടും, അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഒക്കെ ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക, നന്നായി പഠിക്കുക. ഇനി മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു.